ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ടെലിഗ്രാം ബാന് ആസ് ഓഫ് നോ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനൽ ആക്ടിവേറ്റ് ആക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. 46 ഫോളോവേഴ്സ് നിലവിലായിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് കാണാത്ത ആളുകൾ, അതായത് ജോയിൻ ചെയ്യാത്ത ആളുകൾ മാക്സിമം ജോയിൻ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ആളുകളും ജോയിൻ ചെയ്യുക. ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം വാട്സാപ്പ് ബാന് ടെലിഗ്രാം ബാൻ നിലവിൽ മാറ്റുന്ന സാഹചര്യത്തിൽ നമ്മൾ ടെലിഗ്രാമിലോട്ട് പൂർണ്ണമായി ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിലവിൽ നമ്മുടെ എല്ലാ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ ഇപ്പോൾ വാട്സാപ്പാണ് ഉപയോഗിക്കുന്നത്. സോ ജോയിൻ ചെയ്യുക, 2 ചാനലിലും ജോയിൻ ചെയ്യുക. നമുക്ക് എന്തായാലും ഇന്നോ നാളെയായിട്ടൊക്കെ ടെലിഗ്രാം ബാൻ ലിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ പൂർണ്ണമായും ഓപ്പറേഷൻസ് അതിലോട്ട് തന്നെ മാറ്റാവുന്നതാണ്. ഓക്കെ, എന്തായാലും ലിങ്ക്, വാട്സാപ്പ് ചാനലിലെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ മാക്സിമം പേര് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം സ്ട്രെയിറ്റ്. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ്സും ഏഷ്യൻ മാർക്കറ്റ്സും എല്ലാം നമുക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് ഒരു മിക്സഡ് സിഗ്നലാണ് തരുന്നത്. നാസ്ഡാക്ക് അല്ലെങ്കിൽ S&P 500 ക്ലോസിംഗ് നല്ലതായിരുന്നെങ്കിലും ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ നിലവിൽ 44 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു ക്ലോസിംഗ് വന്നിട്ട് -2 ഫ്ലാറ്റ് എന്നുള്ള രീതിയിലാണ് പല മാർക്കറ്റ്സുകളും ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുമ്പോഴത്തേക്കും ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 100 പോയിന്റ് സബ്സൈഡ് ആണ്. സോ മേ ബി നമുക്കൊരു പോസിറ്റീവ് ഓപ്പണിംഗിലേക്കാണ് നിഫ്റ്റി പോകുന്നത്. ഓക്കെ, ആൻഡ് നിക്കി 225 നോക്കുകയാണെങ്കിൽ 1530 പോയിന്റ് സബ്സൈഡിലാണ്. സ്ട്രേറ്റ് ടൈം 4 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ്. ഹാങ്സങ് നിലവിൽ 390 പോയിന്റ്സ് ഡൗൺ സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. ആൻഡ് തായ്വാൻ വെയിറ്റ് 1050 പോയിന്റ് സബ്സൈഡിലാണ്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സിഗ്നൽ ഉണ്ടെങ്കിൽ പോലും പോസിറ്റീവായിട്ടാണ് നമ്മുടെ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയും പ്രതികരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് തോന്നുന്നു നിലവിലെ അവസ്ഥയിൽ. ആൻഡ് നമുക്ക് നിഫ്റ്റിയിലേക്ക് പോകാം. ഒരു ഇൻട്രാഡേ ലെവൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ നമ്മുടെ ശനിയാഴ്ചത്തെ അപ്ലോഡ് ചെയ്ത വീക്ക്ലി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രക്ചർ വൈസ് ഒരു പോസിറ്റീവ് രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് ചാർട്ടിൽ പോയി മൈനർ ലെവൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ഇനി നമുക്ക് പ്രതീക്ഷ നൽകേണ്ട കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലെവൽസ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, 23,490 to 23,630. അപ്പം മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് വന്നാലും, അതായത് നമ്മുടെ എക്സ്പെക്ടേഷൻ വിപരീതമായി മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നാലും മാർക്കറ്റ് ഈ ഒരു സോൺ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം. എന്തിനാണ്? ഒരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാൻ ഈ ഒരു സോൺ ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 23,502 to 23,655. അപ്പോൾ ഈ ഒരു ഏരിയാസ് മാർക്കറ്റിൽ ഡിമാൻഡ് ഏരിയ ആയിട്ട് ഞാൻ ആദ്യമേ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് അതിനുശേഷം മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട സെല്ലിംഗ് സോൺസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അടുത്തത് ഇൻട്രാഡേ ലെവലിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 24,190 ഏരിയാസ് ആണ്. അപ്പോൾ ഈ ഏരിയ മാർക്കറ്റ് ക്രോസ് ചെയ്താൽ നമുക്ക് ഒരു ബുള്ളിഷ് മൊമെന്റത്തിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഞാൻ പറയുകയാണ്, ഇനിയുള്ള ഏരിയാസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു സ്ലോ മൂവ്മെന്റ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ സപ്ലൈ ഏറ്റവും കൂടുതൽ വരാൻ പോസിബിലിറ്റി ഉള്ള സോൺസ് ആണ് ഇതൊക്കെ. കാര്യം ഒരു കൺജസ്റ്റഡ് ഏരിയ ആണ് ഞാൻ പറയുന്നത്. കാര്യം ഇവിടെ എല്ലാം ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. സോ ഒരു മൊമെന്റം അല്ലാത്ത രീതിയിലാണെങ്കിൽ ഞാൻ ഈ ഒരു ഏരിയാസിലെല്ലാം മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാം. അതായത് കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു ഏരിയാസ് കടന്നു കിട്ടാൻ കുറച്ച് പാടായിരിക്കും. കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം സെല്ലിംഗ് സോൺസ് ആണ് നിലവിൽ അങ്ങോട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. 24,190, 24,240, 24,350 ആൻഡ് 24,460. അപ്പോൾ ഈ ഏരിയാസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിടാനുള്ള പോസിബിലിറ്റി ഉള്ള സോൺസ് ആണ്. കാര്യം അടുപ്പിച്ചടുപ്പിച്ച് നല്ല ഒരു സെല്ലിംഗ് പ്രഷർ കിട്ടാവുന്ന സോൺസ് ആണ് ഞാൻ ഇങ്ങോട്ട് കാണുന്നത്. സോ ഒരു മൊമെന്റം അല്ലാത്ത മാർക്കറ്റ് ആണെങ്കിൽ ഞാൻ ഒന്ന് കെയർഫുൾ ആവാനായിരിക്കും ഞാൻ ഈ ഒരു സോൺസിൽ ശ്രദ്ധിക്കുക. മറിച്ച് നല്ല മൊമെന്റത്തോടെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് ഒബ്വിയസ്ലി മാർക്കറ്റ് ഈ ഒരു ഏരിയാസ് എല്ലാം കടന്നു കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ ന്യൂസസ് പരിശോധിക്കാനായി ടാറ്റ മോട്ടോർ കൊമേഴ്ഷ്യൽ വെഹിക്കലിന് മോസ്റ്റ്ലി ഒരു 3,000-4,000 ഇലക്ട്രിക് കൊമേഴ്ഷ്യൽ വെഹിക്കലിന്റെ ഓർഡർ വേരിയസ് സെഗ്മെന്റ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ അവർ ഈ TMCV ഇലക്ട്രിക് മൊബിലിറ്റിയിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായി നല്ല ഓർഡർ സ്ട്രെങ്ത് ഇപ്പോൾ TMCVക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം ന്യൂസായിട്ട് പറയുന്നുണ്ട്. റെയിൽ വികാസ് നിഗത്തിനാണെങ്കിൽ ഒരു ഓർഡർ 2,977 കോടിയുടെ ഓർഡർ NMDCയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ പവർമാക് പ്രൊജക്ട്സിന് 1,008 കോടിയോളം വരുന്ന ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. ശേഷം സൺ ഫാർമസ്യൂട്ടിക്കൽസ് ആണെങ്കിൽ കമ്പനി ഒരു 100% അക്വയർ ചെയ്യാനായിട്ട് പോവുകയാണ്. എന്തിലേക്കാണ്? ഇന്നോവാക്ക ലൈഫ് സയൻസിലാണ് 271 കോടിയിലേക്കാണ് അത് ഏകദേശമുള്ള ഡീല് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഡീപ്പ് ഇൻഡസ്ട്രീസിന് ഒരു ലെറ്റർ ഓഫ് അവാർഡ് ഫോർ ഗ്യാസ് കംപ്രഷൻ ചാർട്ടർ ഹയറിംഗ് സർവീസ്
ഫ്രം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഭാരത് ഫോർജ് ആണെങ്കിൽ 425 കോടിയുടെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് സപ്ലൈ ഓഫ് ഗ്യാസ് ടർബൈൻ ജനറേഷൻസിന്റെ സപ്ലൈ ആയിട്ടാണ് ബന്ധപ്പെട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ നേവിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഇതുപോലെ ഓർഡർ ന്യൂസസ് ആണ്, ഒരുപാട് കമ്പനികൾക്ക് ഓർഡർ ന്യൂസസ് വരുന്നുണ്ട്. പിന്നെ ഗുഡ് ലക്ക് ഇന്ത്യയുടെ ഡിഫൻസ് സബ്സിഡറി ആയ ഗുഡ് ലക്ക് ഡിഫൻസിന് ആൻഡ് എയറോസ്പേസിന് 255 കോടിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോ പോസിറ്റീവ് ന്യൂസ് ആണ് മാർക്കറ്റ് മൊത്തം ഉള്ളത്. പിന്നെ KMEW നോളജ് മറൈൻ എഞ്ചിനീയർ വർക്ക്സ് ആണ്, ഷിപ്പിംഗ് ബിസിനസ് ആണ്, അവർക്ക് പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 66 കോടിയുടെ വർക്ക് ഓർഡറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല നല്ല ന്യൂസസ് കമ്പനികൾക്കുണ്ട്. ഒരു പോസിറ്റീവ് ഇൻഫ്ലോ മാർക്കറ്റിലേക്ക് വരാനുള്ള പോസിബിലിറ്റി നമുക്കിവിടെ എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സ്റ്റോക്സ് ഏതെങ്കിലുമൊക്കെ പരിശോധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 1-2 സ്റ്റോക്സ് ഞാൻ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോക്കസ് ചെയ്യുന്ന കമ്പനികൾ പബ്ലിക് ഗ്രൂപ്പിലിട്ട് SW സോളാർ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് വരുന്ന മാസങ്ങളിൽ, NLC ഇന്ത്യ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് വരുന്ന മാസങ്ങളിൽ. അപ്പോൾ ഇങ്ങനത്തെ 1-2 സ്റ്റോക്സ് ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നതായിട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ഇനി ഏതെങ്കിലും ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എൻ്റെ ഫോക്കസിലുള്ളത് NDR ഓട്ടോ തന്നെയാണ്. NDR ഓട്ടോ ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഒരു 880 ബ്രേക്ക് ചെയ്യാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഇപ്പം സ്മോൾ ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട് NDR ഓട്ടോ കമ്പോണൻസ്. നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. അപ്പം ഒരുപാട് നല്ല കമ്പനികൾ ഞാൻ നിൽക്കുന്നുണ്ട്. ടൈമക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രഷ് മൂവ്മെന്റ് ഉള്ള പോസിബിലിറ്റി ആണ് കാണുന്നത്. വളരെ സ്ട്രക്ചറലി വളരെ നൈസ് മൂവ്മെന്റ്സ് ആണ് തരുന്നത്. ടൈമക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പുതിയ ചാർട്ടേഡ് സോൺസിലേക്ക് പോകാം. ഇത് അൺചാർട്ടേഡ് ടെറിട്ടറിയിലേക്ക് ടൈമക്സ് ഗ്രൂപ്പ് പോകുന്നുണ്ട്. സോ ടൈമക്സ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നല്ല മൂവ്മെന്റിനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ആൻഡ് വാട്സാപ്പ് ചാനലിൽ എൻ്റെ നമ്പർ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കഴിയുന്ന സഹായം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.